നടൻ ശ്രീനിവാസൻ അന്തരിച്ചു. മലയാളികളുടെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നീണ്ട 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ സിനിമയിലെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച നടനായിരുന്നു ശ്രീനിവാസൻ. തലശ്ശേരിയിലെ പാട്യം എന്ന ദേശത്ത് സിനിമാ ബന്ധങ്ങൾ ഒന്നുമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് കടന്നുവന്ന മലയാള സിനിമയിൽ നാഴികക്കല്ലുകളായ ഒരുപിടി ചിത്രങ്ങൾ എഴുതിയ അദ്ദേഹം നടനെന്ന നിലയിലും പ്രേക്ഷകർക്കിടയിൽ പ്രിയങ്കരനായി. ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ രാവിലെ നടക്കും. കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ രാവിലെ 10-നായിരിക്കും സംസ്കാരം. രാജധാനി എക്സ്പ്രസ് ആനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറി 8 ആനകൾ ചരിഞ്ഞു. അസമിലെ നാഗോൺ ജില്ലയിൽ ശനിയാഴ്ച പുലർച്ചെയാണ് ദാരുണമായ അപകടം നടന്നത്. ന്യൂഡൽഹിയിലേക്ക് പോവുകയായിരുന്ന രാജധാനി എക്സ്പ്രസ് ആനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ട്രെയിനിന്റെ എഞ്ചിനും 5 കോച്ചുകളും പാളം തെറ്റി. ട്രെയിനിലെ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് റെയിൽവേ അധികൃതർ സ്ഥിരീകരിച്ചു. ട്രാക്കിൽ ആനക്കൂട്ടത്തെ കണ്ടയുടൻ ലോക്കോ പൈലറ്റ് എമർജൻസി ബ്രേക്ക് പ്രയോഗിച്ചെങ്കിലും അപകടം ഒഴിവാക്കാനായില്ല. അപകടം നടന്ന പ്രദേശം ആനകൾ സഞ്ചരിക്കുന്ന പ്രത്യേക ഇടനാഴിയായി അടയാളപ്പെടുത്തിയ സ്ഥലമല്ലെന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കി. നിയന്ത്രണം വിട്ട ബൈക്ക് ഓവുചാലിന്റെ സ്ലാബിനടിയിലേക്ക് ഇടിച്ചു കയറി യുവാക്കൾക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം ചെമ്പൂരിൽ വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ റോഡിൽ ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ അമൽ, അഖിൽ എന്നിവരാണ് മരിച്ചത്. ബൈക്ക് ഓവുചാലിന്റെ സ്ലാബിനടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തെ തുടർന്ന് 2 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. തലയിൽ തേങ്ങ വീണ് നിയന്ത്രണം വിട്ട ബൈക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. കൂത്താട്ടുകുളത്താണ് അപകടം നടന്നത്. ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ യുവാവിന്റെ തലയിലേക്ക് തേങ്ങ വീഴുകയും ഇതോടെ വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയുമായിരുന്നു. പാലക്കുഴ തോലാനി കുന്നേൽത്താഴം സ്വദേശി സുധീഷാണ് മരിച്ചത്. പാലക്കുഴയിൽ വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്നു ഇദ്ദേഹം. വർക്ക്ഷോപ്പ് ജോലിക്കുള്ള പോളിംഗ് സാധനങ്ങൾ എടുക്കാൻ കൂത്താട്ടുകുളത്തേക്ക് പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. യാത്രക്കാരനെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് പൈലറ്റിനെ സസ്പെൻഡ് ചെയ്തു. ഇന്നലെ ദില്ലി വിമാനത്താവളത്തിലെ ടെർമിനൽ 1-ലാണ് സംഭവം നടന്നത്. യാത്രക്കാരനായ അങ്കിത് ധവാനെ എയർ ഇന്ത്യ എക്സ്പ്രസിലെ പൈലറ്റായ വീരേന്ദ്ര സജ്വാൾ ആക്രമിച്ചു എന്നാണ് പരാതി. സെക്യൂരിറ്റി ചെക്കിങ്ങിൽ ലൈൻ മുറിച്ച് കടന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കയ്യേറ്റത്തിൽ കലാശിച്ചത്. സാമൂഹ്യ മാധ്യമത്തിലൂടെ അങ്കിത് വിമാന കമ്പനിയെ പരാതി അറിയിച്ചതിന് പിന്നാലെ പൈലറ്റിനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. രാഹുൽ പ്രതിയായ ബലാത്സംഗ കേസിലെ 2ാം പ്രതി ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മാറ്റി. ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ജനുവരി 1-ലേക്ക് മാറ്റിക്കൊണ്ടാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഉത്തരവായത്. കേസിൽ ഇന്നും പോലീസ് റിപ്പോർട്ട് ഹാജരാക്കിയിരുന്നില്ല. പരാതിക്കാരിക്ക് ഗർഭഛിദ്രത്തിനുള്ള മരുന്നെത്തിച്ചത് രാഹുലിന്റെ സുഹൃത്തായ ജോബി ജോസഫ് ആണെന്നാണ് പോലീസ് കണ്ടെത്തൽ. എന്നാൽ മരുന്നെത്തിച്ചത് യുവതി ആവശ്യപ്പെട്ടുകൊണ്ടാണെന്നും മരുന്ന് എന്തിനുള്ളതാണെന്ന് തനിക്ക് അറിയില്ല എന്നുമാണ് ഹർജിയിൽ ജോബി ജോസഫ് പറയുന്നത്. ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് കഴിച്ച യുവതി അപകടാവസ്ഥയിലായതിനെ തുടർന്ന് 2 ആശുപത്രികളിൽ ചികിത്സ തേടിയതിന്റെ രേഖകൾ മുമ്പേ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ചലച്ചിത്ര പ്രവർത്തകയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന് മുൻകൂർ ജാമ്യം. ഉത്തരവ് ലഭിച്ച 7 ദിവസത്തിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണമെന്നും സമാനമായ കേസുകളിൽ അകപ്പെടാൻ പാടില്ലെന്നും മുൻകൂർ ജാമ്യ വ്യവസ്ഥയിലുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും ഉത്തരവിൽ പറയുന്നു. കേരള രാജ്യാന്തര ചലച്ചിത്രമേളകളിലേക്കുള്ള സിനിമകളുടെ സെലക്ഷനിടെ അപമര്യാദയായി പെരുമാറിയെന്നാണ് ചലച്ചിത്ര പ്രവർത്തകരുടെ പരാതി. കഴിഞ്ഞ മാസം 6-നായിരുന്നു പരാതിക്ക് ആസ്പദമായ സംഭവം. തിരുവനന്തപുരത്ത് ഓട്ടോ ഡ്രൈവറെ പോലീസ് മർദ്ദിച്ചതായി പരാതി. നാലാഞ്ചിറ സ്വദേശി ദസ്തഖീറിനാണ് മർദ്ദനമേറ്റത്. മണ്ണതല പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ആരോപണം. മർദ്ദനമേറ്റയാൾ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ ഇയാളെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. മദ്യപിച്ച് ഭാര്യയെയും മക്കളെയും ഇയാൾ ആക്രമിച്ചെന്ന് പോലീസിന് പരാതി കിട്ടിയിരുന്നു. ഭാര്യയുടെ പരാതിയിലാണ് ഇയാളെ പിടികൂടാൻ പോലീസ് എത്തിയത്. പോലീസിനെ ആക്രമിച്ച് ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ മർദ്ദനത്തിൽ ഇയാൾ പരാതി നൽകിയിട്ടില്ല. നാളെ കമ്മീഷണർ ഓഫീസിൽ പരാതി നൽകുമെന്നാണ് പറയുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത്. തലശ്ശേരിയിൽ പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന സ്ഥാപനത്തിൽ വൻ തീപിടുത്തം. എരിഞ്ഞോളിയിലുള്ള കണ്ടിക്കൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റിൽ ശനിയാഴ്ച വൈകിട്ട് 4:30-യോടെയാണ് തീപിടുത്തമുണ്ടായത്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ വളരെ വേഗം തീ പടർന്നു പിടിക്കുകയായിരുന്നു.
തലശ്ശേരിയിൽ നടക്കം 3 യൂണിറ്റ് ഫയർഫോഴ്സ് തീയണയ്ക്കാനെത്തി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മെറ്റാഗ്ലാസ് ധരിച്ചെത്തിയ ആൾ കസ്റ്റഡിയിൽ. ശ്രീലങ്കൻ സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത്. മെറ്റാഗ്ലാസ് ധരിച്ച ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചയാളെ ഫോർട്ട് സ്റ്റേഷനിലെത്തിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ പുറത്തിറക്കിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളോടുള്ള ഗ്ലാസ്സാണിത്. സ്മാർട്ട് ഫോൺ സ്ക്രീനിൽ നോക്കുന്നത് പോലെ സന്ദേശങ്ങളും ഫോട്ടോകളും കാണാൻ കഴിയും വിധമുള്ള ഗ്ലാസിൽ ക്യാമറയും നൽകിയിട്ടുണ്ട്. ഇതുവഴി ഫോട്ടോകൾ പകർത്താനും സാധിക്കും. AI സംവിധാനത്തിന് പുറമെ വിരലനക്കം കൊണ്ട് കണ്ണട നിയന്ത്രിക്കാൻ അനുവദിക്കുന്ന ന്യൂറൽ ബാൻഡുകളും മെറ്റ ഇതോടൊപ്പം പുറത്തിറക്കിയിരുന്നു.